സ്പ്ലീനിൻ്റെ ഏത് ഭാഗത്താണോ ഈ പ്രോബ്ലം ബാധിച്ചിരിക്കുന്നത് ആ ഭാഗം മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് നമുക്ക് സാധിക്കും. അപ്പോൾ സ്പ്ലീനിൻ്റെ ഒരു താഴ്ഭാഗത്താണ് വന്നതെങ്കിൽ താഴോട്ടുള്ള പകുതി സ്പ്ലീൻ മാറ്റുകയും മുകളിലാണ് വന്നെങ്കിൽ മുകൾ ഭാഗത്തെ സ്പ്ലീൻ മാത്രം മാറ്റുകയും ചെയ്യും. അതിപ്പം നമ്മൾ ഒരു മരം വളർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡിലെ കൊമ്പ് മാത്രം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ മുഴുവൻ മരവും മുറിച്ച് കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു കൊമ്പ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ എന്നുള്ളൊരു സിറ്റുവേഷനുമായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പ്ലീനിൻ്റെ ഞരമ്പുകൾ, സ്പ്ലീനിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറി, സ്പ്ലീനിലേക്ക് ബ്ലഡ് പോകുന്ന ആർട്ടറി, സ്പ്ലീനിൽ നിന്ന് ഒരു ദുഷിച്ച ബ്ലഡ് തിരിച്ചു കൊണ്ടുവരുന്ന വെയിൻ, ഈ ഞരമ്പുകൾക്കെല്ലാം സ്പ്ലീനിൻ്റെ പുറമേ വെച്ച് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു അനാറ്റമി, അതിൻ്റെ സ്ട്രക്ചർ എല്ലാം പഠിച്ച് CT സ്കാനിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കി സർജറി ചെയ്യുന്ന സമയത്ത് ഫുൾ ഞരമ്പും എടുത്ത് കളയാതെ അതിൻ്റെ വേര് ഭാഗത്തുള്ള ആവശ്യമെന്ന് തോന്നുന്ന ഞരമ്പുകൾ മാത്രം റീറ്റെയിൻ ചെയ്ത് മറ്റ് ഞരമ്പുകൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് സ്പ്ലീനിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും.